യൂട്യൂബിലും ഇൻസ്റ്റയിലും എവിടെ നോക്കിയാലും ഓണം സ്പെഷ്യൽ റെസിപ്പീസും സദ്യ റെസിപ്പീസും ആണല്ലേ. മൊത്തത്തിലൊരു ഓണം മൂഡിലാണ്. അപ്പോൾ അങ്ങനെ എന്നെ കണ്ടുപെട്ടതാണ് കേട്ടോ ആപ്പിൾ പച്ചടി. അപ്പോൾ ഞാനിതുവരെ ആപ്പിൾ പച്ചടി കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ എൻ്റെതായ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വേവിക്കുകയാണേ. കുറച്ച് വെള്ളം, ഇത്തിരി ഉപ്പ്, 2-3 പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ തരിതരിപ്പായിട്ടൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് കടുക് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആപ്പിളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. ചില വീഡിയോസിൽ പച്ചമുളക് ആപ്പിളിൻ്റെ കൂടെ വേവിക്കുന്നത്, ചിലത് അരപ്പിൻ്റെ കൂടെ ചേർക്കുന്ന കേട്ടോ കണ്ടത്. അപ്പോൾ എനിക്ക് ആപ്പിളിൻ്റെ കൂടെ വേവിക്കുന്നതായിരിക്കും ടേസ്റ്റി എന്നൊരു ധാരണയിലാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതല്ല അരപ്പിൻ്റെ കൂടെയാണ് ചേർക്കേണ്ടതെന്ന് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് ഏകദേശം വെള്ളമൊക്കെ വറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ചൂടാറാൻ വെക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പച്ചടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റാം. കാണാനുള്ളൊരു ഭംഗിക്കും പിന്നെ ഒരു ചട്ടിയാകുമ്പോൾ ഒരു നാടൻ ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റി ചൂടൊക്കെ ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ല കട്ട തൈര് ഒരു ഫോർക്ക് വെച്ചിട്ട് കട്ടൊക്കെ ഉടച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൈര് ചേർത്തിട്ട് നമ്മളിനി ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടുകും ചെറിയുള്ളിയും വറവിട്ടതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുള്ളി ചേർത്ത വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ചിലർ കടുക് ചേർത്തതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആ ഒരു റെസിപ്പി എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ബേസിക്കലി നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ടൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിളാണെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ കുക്കുംബറൊക്കെ വെച്ചിട്ട് ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.